എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അഭിയും തന്റെ കാമുകിയും റെസ്റ്റോറന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനാമിക രേവതി വേണു ഒക്കെ വരുന്നേ. അവരെ കണ്ടതും പ്രേതത്തെ കണ്ടൊരു അവസ്ഥയായിപ്പോയി. അഭിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ അഭി നിൽക്കുകയാണ്. പെട്ടെന്ന് രേവതി വേണു ഒക്കെ അങ്ങോട്ട് ചെന്നു. പിന്നീട് വേണു ചോദിച്ചു, ആരാ അഭി എന്ന് ചോദിക്കുകയാണ്. ഇതെന്റെ ഫ്രണ്ടാന്ന് പറയണം. ഓ അങ്ങനെയല്ലേ. പിന്നീട് അങ്ങോട്ടോട് പരിചയപ്പെടുന്നതൊക്കെയുണ്ട്. പിന്നീട് അഭി പറഞ്ഞു, ഇതെന്റെ അനിയന്റെ ഭാര്യയും അച്ഛനും അമ്മയെന്നൊക്കെ പറയണം. ഈ സമയത്തല്ല അഭിയുടെ മുഖത്ത് ആകെപ്പാടെ രക്തമയമില്ലാത്ത അവസ്ഥ, വെള്ളറി വെളുത്ത് നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയെ പെട്ടുപോയത് പോലെ. പിന്നീട് വേണു പറഞ്ഞു, ഞാൻ ശരി, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് മാറിപ്പോവാണ്. അങ്ങനെ മാറിപ്പോയിരുന്നു കഴിഞ്ഞപ്പത്തിന് അഭി പറഞ്ഞു, ആകെപ്പാടെ പ്രശ്നമാണെന്ന് തോന്നേ. നിന്നെ എന്നെ കൂടെ കണ്ടത് മിക്കവാറും അനാമിക വീട്ടിൽ ചെന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങാനും നവ്യയുടെ ചെവിയിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. അവളുടെ കാതിലെത്തിയ അതോടുകൂടി തീർന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ പോവാന്ന് പറയാണ്. അങ്ങനെ അവര് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുക. ഈ സമയം രേവതിയോട് അനാമിക പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇത് അവന്റെ ചുറ്റിക്കൾ തന്നെയാന്ന് പറയണം. അവൻ ഇത് മാത്രമല്ല കുറെ സംഗതി കേസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമെന്ന് പറയണം. എനിക്ക് മുമ്പേ തൊട്ട് അറിയാമെന്ന് പറയണം. ഇത് കേട്ടതും രേവതി കൊള്ളാലോ മോളെ, അങ്ങനെയാണെങ്കിൽ ഇവനെ കയ്യിലെടുക്കാൻ ഇത് മതിയെന്ന് പറയാണ്. കാരണം ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഇത് വെച്ച് നമുക്കൊരു പരിപാടി നടത്താന്ന് പറയാം. വേണു പറഞ്ഞു, അത് ശരിയാ, ഇവൻ ഇങ്ങനെ കുറെ സംഗതികളൊക്കെ ഉണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമായെന്ന് പറയണം. അങ്ങനെ അവര് ഫുഡ് കഴിക്കുകയാണ്. ഈ സമയത്ത് നയനയുടെ അടുത്തേക്ക് കനക ചെല്ലുവാണ്. പിന്നീട് നയനും കനകയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നയന കനയോട് പറഞ്ഞു, നന്ദു ഇപ്പൊ ജോലിയൊന്നുമില്ല ഇരിക്കുമല്ലേ, അവൾക്കൂടെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു, അച്ഛനൊരു ആശ്വാസമായനല്ലേന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ മോളെ. ആദർശയുടെ മിക്കവാറും വിചാരിക്കുവാണെങ്കിൽ ഒരു ജോലി അവൾക്ക് ശരിയായി കൊടുക്കാൻ പറ്റും. കുറെ നാൾ മുമ്പ് എന്നോട് പറഞ്ഞ ജ്വല്ലറിയിൽ നന്ദുവിനൊരു ജോലി കൊടുക്കാന്ന്. ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ട് നല്ലതാന്ന് തോന്നുന്നു പറയാണ്. ഇത് കേട്ടതും കനക പറഞ്ഞു, വേണ്ട മോളെ, അത് ശരിയാവത്തില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് ശരിയാകത്തില്ലെന്ന് പറയാൻ വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പേരിലായിരിക്കും വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാകുന്നത്. അനാമികയുടെ സ്വഭാവം അറിയാലോ. പോരാത്തൻ അനി എങ്ങാനും ജ്വല്ലറി ചെന്നാ പിന്നെ അതോടുകൂടി തീർന്നു. നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേ? അത് ശരിയാമേ, പക്ഷെ വെറുതെ എന്തിനാ ആദർശമോനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതിന്റെ കാര്യമില്ലാന്ന് പറയണം. അവൾക്ക് പഠിച്ച് വേറെ ഒരു ജോലി അവള് മേടിക്കട്ടെ എന്നൊക്കെ പറയണം. എന്നാലും ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും ഇതുവരെയായിട്ടും മോളെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ലോ എന്ന് പറയാം. അതൊന്നും സാരമില്ലമ്മേ, അതൊക്കെ ശരിയാവുന്ന ഒരു സമയം വരും, അധികം വൈകാതെ അതൊക്കെ ശരിയാവുന്ന എന്റെ മനസ്സ് പറയുന്നു പറയണം. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് കനക പോരുന്നത്. പിന്നീട് കനക പറഞ്ഞു, അതെ ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം, അല്ലെങ്കിൽ ഗോന്താടൻ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നാലോ എന്നൊക്കെ പറയുന്നത്. വീട്ടിലേക്കൊന്ന് പോയി പോലും ഇല്ലോ, അമ്മ പോയിട്ട് പോരെ, ആദർശൻ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെ കനക വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയം ഗോന്തം പറഞ്ഞു, അല്ല നയനമോളെ ഞാൻ കണ്ടുപോലും ഇല്ല, നയനമോളെ ഫോൺ വിളിച്ചിട്ട് പോലും കിട്ടിയില്ലോ എന്ന് പറയാം. അത് പിന്നെ നയനമോൾ ഓരോ തിരക്കിലല്ലേന്ന് ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ ദേവേനിക്ക്? കുഴപ്പമൊന്നുമില്ല, സർജറി ഒക്കെ കഴിഞ്ഞു, ബോധം വീണിട്ടൊന്നും ഇല്ലാന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, അതെ ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാല്ലേ, അത് കുഴപ്പമില്ല ഗോന്തേട്ടാ, ഇപ്പൊ ഗോന്തേട്ടൻ ഓടി ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ എല്ലാരും അവിടെ ഉണ്ടല്ലോ. പോരാത്തതിന് ഇനിയിപ്പോ നയനമോൾ ഇങ്ങോട്ട് വരാൻ പോവാന്ന് പറയണം. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോന്തം പറഞ്ഞു, എനിക്കാണെങ്കിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇതോടുകൂടി ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവുന്ന, ദേവേനയുടെ സർജറി കഴിയുമ്പോഴത്തേനും നമ്മുടെ മോളെ അംഗീകരിച്ചാൽ മതിയായിരുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു, അതങ്ങനെ തോന്നുന്നുണ്ടോ? കനവ് പറഞ്ഞു, അങ്ങനെ തോന്നുന്നുണ്ടോ, അംഗീകരിക്കും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ അംഗീകരിക്കുവാണെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നു, പണ്ടത്തെ പോലെ അല്ല ആദർശമാന്റെ സ്വഭാവം, എന്തൊരു മാറ്റമാന്ന് ചോദിക്കാം. അത് ശരിയാ, ദേവേനി മിക്കവാറും ഇതോടുകൂടി ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുന്ന കനകയും പറയാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം കരള് കൊടുത്തിട്ടുണ്ടല്ലോ, അതെങ്ങാനും അറിയുവാണെങ്കിൽ എന്തായാലും മാറ്റം സംഭവിച്ചാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കാരണവശാലും മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നീട് കനക പറഞ്ഞു, നമുക്ക് വേണ്ടി ആദർശമാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തരുന്നതെന്ന് ചോദിക്കുക. ഈ വീടാണെങ്കിലും അവൻ എടുത്തു തന്നെ. ഇത് കേട്ടതും ഗോതം പറഞ്ഞത്, ശരിയാ ഞാൻ ആകുന്ന പറഞ്ഞ വേണ്ടാന്ന്, പക്ഷെ മോൻ സമ്മതിച്ചില്ലെന്ന് പറയണം. കനക പറഞ്ഞു, കുഴപ്പമില്ല, കുറച്ചാളത്തിന് ഇങ്ങനെ അങ്ങോട്ട് പോവാന്ന് പറയണം. പിന്നെ അവന് ഇടയ്ക്കിടയ്ക്കൊക്കെ വരണ്ടല്ലേ, അവര് വലിയ വലിയ ആൾക്കാരല്ലേ, പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് ഇടയ്ക്ക് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരു നാണക്കേടൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറയാണ്. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാന്ന് പറയാണ്, പക്ഷെ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഒരു പക്ഷേങ്കില് ഇപ്പൊ തന്നെ കണ്ടില്ലേ അനാമികയും അനിയും തമ്മിലുള്ള ജീവിതം, നമ്മുടെ മോള് കാരണമാണല്ലോ അങ്ങനെയൊക്കെ ഓർത്ത് ചെയ്യുമ്പോഴത്തേനും എനിക്ക് നല്ല വിഷമമുണ്ട് കനികയെന്ന് പറയാം. ഗോവിന്ദൻ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഓരോന്ന്
ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അത് നടക്കേണ്ട സമയത്ത് നടക്കും. നമ്മൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് അധികം വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയാണ്. അങ്ങനെ കുറെ സമയം കൂടെ ഗോവിന്ദനോട് സംസാരിച്ചിരുന്ന് പോരാൻ നോക്കുമ്പോഴത്തേനും പറഞ്ഞു, അതെ നയനമോളോടൊന്ന് വിളിക്കാൻ പറയണമെന്ന് പറയാം. ഞാൻ ചെന്നിട്ട് പറയാം. പിന്നെ അവൾക്ക് തിരക്കായതുകൊണ്ടാ ഗോവിന്ദേട്ടെ വിളിക്കാത്തെ. ഞാൻ ചെന്നിട്ട് പറയാന്നൊക്കെ പറയാണ്. ആ സമയത്ത് അനാമികയും രേവതിയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ തന്നെ അനാമിക പറഞ്ഞു, ഞാൻ അങ്ങോട്ട് അനന്തപുരിയിലേക്ക് ചെല്ലട്ടേന്ന് ചോദിക്കാം. എന്തിനാ? ആ അവളെ കണ്ട് നവ്യനെ കണ്ട് രണ്ട് വർത്താനം പറയാനായിട്ട്. അവളുടെ അഹങ്കാരം ചെറുതൊന്നും അല്ലായിരുന്നല്ലോ. അപ്പൊ അവളെ കണ്ട് രണ്ട് വർത്താനം പറയാതിരിക്കുന്ന എങ്ങനെയാ? അവളോട് രണ്ട് വർത്താനം പറയണ്ടേ? നിന്റെ ഭർത്താവ് കാമികയോടൊപ്പം ചുറ്റിക്കറങ്ങുക കാര്യം മോളെ ഇപ്പൊ നമ്മൾ പറയണ്ട. ഇപ്പൊ ഈ രഹസ്യം പൊട്ടിക്കണ്ട. നമുക്കിത് രഹസ്യമായിട്ട് വെക്കാം. ഇതിന് നമുക്ക് സമയം വരും. കാരണം അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മളത് പാഴാക്കരുതെന്ന് പറയണം. അത് ശരിയാണ്. നമ്മളത് രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ട് അത് സമയത്തല്ല നമ്മൾ എടുത്തിടണമെന്ന് പറയാം. അത് ശരിയാ. എന്നാ ഇപ്പൊ തൽക്കാലത്തേക്ക് പറയണ്ടെന്ന് അവരങ്ങനെ തീരുമാനിക്കുകയാണ്. ഈ സമയം നയനയുടെ അടുത്തേക്ക് ജയൻ കയറി ചെല്ലുവാണ്. പിന്നീട് ചോദിച്ചു, നയനമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കുഴപ്പമില്ല കുറവുണ്ടെന്ന് പറയണം. ദേ മോളുടെ കാര്യം കൊണ്ടാണ് ഇപ്പൊ ദേവേനെ ജീവിച്ചിരിക്കുന്ന പോലും. ഒരു പക്ഷേങ്കില് ഇപ്പൊ മോളില്ലായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ജീവനോടെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറയാണ്. ഇത് കേട്ടത് നയന പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ല അച്ഛാ, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാം. അതറിയാം മോളെ, പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും മോളെ ദേവേനെ തിരിച്ചറിയുന്നില്ലോ എന്ന് പറയാണ്. ദേ മലയ്ക്ക് പോകാൻ മാലയിട്ട സമയത്ത് എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. ദേ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി കുടുംബത്തിൽ നല്ല സമാധാനം സന്തോഷം വരണം. മോളെ മരുമോളായിട്ട് ദേവേനെ അംഗീകരിക്കണം എന്നൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനേക്കാളും വലിയ പ്രാർത്ഥന എന്താണെന്നറിയോ? എത്രയും പെട്ടെന്ന് തന്നെ മലയ്ക്ക് പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ദേവേനെ സത്യങ്ങളൊക്കെ തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ ഒന്നാവണം. ആ ഒരു ചിന്ത മാത്രം എന്റെ മനസ്സിലിപ്പോ ഉള്ളെന്ന് പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മലയാട്ടുന്നത്. എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ഇപ്പൊ സമയം എന്താണെങ്കിലും പ്രാർത്ഥന കേൾക്കും. ഞാൻ മാത്രമല്ല ആദർശ് ഇതൊക്കെ തന്നെ പ്രാർത്ഥിക്കുന്നതെന്ന് പറയാം. നയന പറഞ്ഞു, അതറിയാച്ചാ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസ്സ്, അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയണം. പിന്നെ അറിയാലോ ഇപ്പൊ വീട്ടിലാരും സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. മനഃപൂർവ്വം പറയാതിരിക്കുന്ന. കാരണം ഇനിയിപ്പൊ ദേവേന്റെ സർജറി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ അറിയാലോ എന്ന് പറയാം. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ അതിനിരിക്കണം. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. മോൾക്ക് എന്താ ആവശ്യമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി. ആദർശനോടോ എന്നോടോ ആരുടെ പേരും പറയാൻ പഠിക്കരുത്. മോളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഇനി കൂടെ ഉണ്ടാവെന്ന് പറയാം. എന്റെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടാൽ മതി എന്നൊക്കെ പറയണം. ഇത് കേട്ടിപ്പോ നയന് പറഞ്ഞു, അതെന്തിനാ അച്ഛൻ അങ്ങനെ പറയണേ? ഇത്രയും നാളെ ഞാൻ അങ്ങനെ തന്നെയല്ലേ കണ്ടിരുന്നേന്ന് ചോദിക്കാം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല മോളെ, എനിക്കത് പറയാനായിട്ട് വാക്കുകളില്ലെന്ന് പറയാണ്. നിന്റെ മനസ്സിന്റെ വലിപ്പം നിന്റെ മഹത്വം ഒന്നുകൂടെ ഇപ്പൊ വലുതാവുക ചെയ്തേ. ഒരു പക്ഷെ ഇത് വീട്ടിലറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്തുമാത്രം സന്തോഷമാണെന്നറിയാം. അവരൊന്നും ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലത്. ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റുള്ളൂ മോളെ. കാരണം അനാമിക വന്നിട്ട് പോലും അവൾ ഇങ്ങനെ മേമ്പടിയായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ വായത്താളം അടിക്കുന്നതല്ലാതെ അവൾ ഈ പരിസരത്തേക്ക് പോലും വന്നില്ല. പക്ഷെ നീ അങ്ങനെയല്ല. സ്വന്തം ജീവൻ കൊടുത്തു അമ്മായിമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. അമ്മായിമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന് വരെ തന്നെ മരുമോളായിട്ടൊരു വേലക്കാരുടെ സ്ഥാനം പോലും നിനക്ക് അവിടെ തരുന്നില്ലായിരുന്നു. എന്നിട്ട് പോലും അവളെ രക്ഷിക്കാനായിട്ട് നീ ഈ ത്യാഗം ചെയ്തില്ല എന്നൊക്കെ പറയണം. പിന്നീട് നായന പറഞ്ഞു, അതൊന്നും വേണ്ടച്ചാ, എന്റെ കടമ ഞാൻ ചെയ്തോളൂ. ഇപ്പൊ അമ്മയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ശരി, ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ ചെയ്തേനെന്നൊക്കെ പറയുവാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം നമ്മൾ കാണാനായിട്ട് പോകുന്ന നയനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നീട് അതിനുശേഷം ദേവേനെ കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ദേവേനെ എന്നാ സത്യങ്ങളൊക്കെ അറിയുന്ന അറിയത്തില്ല. ഉറപ്പായിട്ടും അവര് മലയ്ക്ക് പോയിട്ട് വരുന്നതിന് മുമ്പേ ദേവേന്റെ സത്യങ്ങളൊക്കെ അറിയും. തനിക്ക് കരൾ പാത്തു വന്നത് നായനയാന്നുള്ള വലിയ രഹസ്യമൊക്കെ തിരിച്ചറിയുക തന്നെ ചെയ്യും. അങ്ങനെ അവർ ഒന്നാവും നമുക്ക് വിശ്വസിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.